നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാവിട്ടപ്പുറത്ത് പിക്കപ്പ് വാഹനവും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചങ്ങരംകുളം അറവക്കാട് സ്വദേശി ഷഹബാസ്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്. തൃശൂർ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരൻ കൊല്ലപ്പെട്ടു. ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. അന്തേവാസിയായ 15 വയസ്സുകാരനാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ചാവക്കാട് ശക്തമായ കാറ്റിലും തിരയിലുംപ്പെട്ട് മത്സ്യബന്ധന വള്ളത്തിന്റെ എഞ്ചിൻ തകർന്നു. ചേറ്റുവയിൽ നിന്ന് കടലിൽ പോയ റയാൻ മാലിക് എന്ന വള്ളത്തിന്റെ എഞ്ചിനാണ് തകർന്നത്. 2 മണിക്കൂറിന്റെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മുനക്കിക്കടവ് കോസ്റ്റൽ പോലീസ് വള്ളം കരക്കെത്തിച്ചു. പ്രസിദ്ധമായ പാർക്കാടി പൂരം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂരം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് പിക്കപ്പ് വാഹനവും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചങ്ങരംകുളം അറവക്കാട് സ്വദേശി ഷഹബാസ് ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്കേറ്റു. ചങ്ങരംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ബൈക്ക് മുന്നിലുണ്ടായിരുന്ന വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. റോഡിൽ തലയിടിച്ച് വീണ ഷഹബാസ് തൽക്ഷണം മരിച്ചു. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചു. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി. തൃശൂരിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരൻ കൊല്ലപ്പെട്ടു. ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാവിലെ 6:30 ദാരുണമായ കൊലപാതകമുണ്ടായത്. കുട്ടികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. കൊല്ലപ്പെട്ട അങ്കിത് ഇന്നലെ 15-കാരനെ മർദ്ദിച്ചിരുന്നുവെന്നും മുഖത്തും അടിച്ചു. ഇന്ന് രാവിലെ അടിയേറ്റ പാടുകൾ മുഖത്ത് കണ്ടതോടുകൂടിയാണ് 15-കാരൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അങ്കിതിനെ തലക്കടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ മാസമാണ് അങ്കിത് ഇവിടേക്ക് എത്തിയത്. 15-കാരൻ കഴിഞ്ഞ 2 വർഷമായി തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസിയാണ്. 25ഓളം അനാഥരായ കുട്ടികളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. വിയ്യൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവുമായി സ്വകാര്യ വ്യക്തി കുന്നംകുളം നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് ഹൈക്കോടതി തള്ളി. മതിയായ തെളിവില്ലാത്തതിനാൽ പുറമ്പോക്ക് ഭൂമിയായി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ വിധി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്തെ ചൊല്ലിയായിരുന്നു അവകാശവാദം. നിലവിൽ ഈ സ്ഥലത്ത് നഗരസഭ പൂന്തോട്ട നിർമ്മാണം നടത്തുന്നുണ്ട്. സ്ഥലം തന്റേതാണെന്ന് കാണിച്ചാണ് ക്ലെമിസ് എന്ന വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിനാവശ്യമായ തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചില്ല. സ്ഥലം പുറമ്പോക്കായി തന്നെ കുന്നംകുളം വില്ലേജ് ഓഫീസിൽ രേഖകളുണ്ട്. നഗരസഭയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ഹരിദാസ് ഹാജരായി. സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി പൊതുയിടങ്ങൾ ഏറ്റെടുത്ത് മാലിന്യമുക്തമാക്കുന്നതിനും പൊതുയിടങ്ങളിൽ സൗന്ദര്യവൽക്കരണം നടത്തുന്നതിനും സർക്കാർ നിർദ്ദേശമുള്ളതിനാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് നഗരസഭ പൂന്തോട്ടം നിർമ്മിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതോടെ നിർമ്മാണം നിർത്തിവെച്ചു. ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ പൂന്തോട്ടത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് മത്സ്യബന്ധന വള്ളത്തിന്റെ എഞ്ചിൻ തകർന്നു. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് വള്ളം കരക്കെത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ ചേറ്റുവയിൽ നിന്ന് കടലിൽ പോയ റയാൻ മാലിക് എന്ന വള്ളത്തിന്റെ എഞ്ചിനാണ് തകർന്നത്. 11 മണിയോടുകൂടി തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. മുനക്കക്കടവ് സ്വദേശികളായ ചേന്നങ്കര അനിൽകുമാർ, പൊറ്റയിൽ റാഫി എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. എഞ്ചിൻ തകർന്നതോടെ വള്ളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി തുടങ്ങി. വിവരം മത്സ്യത്തൊഴിലാളികൾ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസിൽ അറിയിച്ചു. തുടർന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ASI മേഴ്സിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്പീഡ് ബോട്ടുമായി എത്തി കയർ മത്സ്യബന്ധന വള്ളത്തിൽ കെട്ടിവലിച്ച് വള്ളം കരക്കെത്തിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ കടവലൂർ വടക്കുമുറിയിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന് മുകളിൽ പതിച്ചു. നിർമ്മാണ തൊഴിലാളികളും വീട്ടുകാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്ത് തെങ്ങുകൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. വടക്കുമുറി നിസ്കാര പള്ളിക്ക് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ തെങ്ങാണ് ശക്തമായ കാറ്റിൽ മറിഞ്ഞ് വൈദ്യുതി കമ്പിക്കും മതിലും തകർത്ത് വീടിന് മുകളിൽ പതിച്ചത്. വീട്ടുകാരും മതിൽ നിർമ്മിച്ചിരുന്ന തൊഴിലാളികളും തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. തെക്കേപീടിയയ്ക്ക് സമീപം തെങ്ങ് റോഡിലേക്ക് വീണ് വൈദ്യുതി ലൈനുകൾക്കും CCTV ഉൾപ്പെടെയുള്ള കേബിൾ നെറ്റ്വർക്കുകൾക്കും തകരാറുകളും ഗതാഗത തടസ്സമുണ്ടായി. സ്ഥലത്തെത്തിയ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ചേർന്ന് തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗത തടസ്സവും വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിച്ചു. കേബിൾ നെറ്റ്വർക്കിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കുള്ള തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കേബിൾ TV ഓപ്പറേറ്റർമാർ.
മണത്തല ഗവൺമെന്റ് സ്കൂളിനോട് നഗരസഭയും MLAയും അവഗണന പുലർത്തുന്നതെന്നാരോപിച്ച് UDF ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. വസന്തം കോർണറിൽ നടന്ന ധർണ കോൺഗ്രസ് നേതാവ് CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുമെന്ന് വീമ്പ് പറയുമ്പോൾ മണത്തല സ്കൂളിന്റെ വികസനം മുരടിപ്പിച്ച് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഡിവിഷൻ വർദ്ധിപ്പിച്ച് നിയമനം നടത്തി പണം തട്ടാൻ നഗരസഭയും MLAയും അവസരമൊരുക്കുകയാണെന്ന് ഗോപപ്രതാപൻ ആരോപിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ചിറമൽ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുള്ളി, DCC മെമ്പർ K ഇർഷാദ്, KH ഷാഹുൽ ഹമീദ്, PV ബദറുദ്ദീൻ, ബീന രവിശങ്കർ, KK കാർത്തിയേനി ടീച്ചർ, ബേബി ഫ്രാൻസിസ്, കരിക്കയിൽ സക്കീർ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്കും പ്രതിഷേധ യോഗത്തിനും കൌൺസിലർമാരായ സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിദ പേള, നേതാക്കളായ MS ശിവദാസ്, RK നൌഷാദ്, അനീഷ് പാലയൂർ, അബ്ദുൾ ജലീൽ, HM നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. കടവലൂർ കരിക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ കൊയ്ത്ത് ആരംഭിച്ചു. 40 ഏക്കർ പാടശേഖരത്തിൽ 120 ദിവസം മൂപ്പുള്ള ഉമാവിത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കണ്ടങ്ങളിൽ ഇപ്പോഴും വെള്ളമുള്ളതിനാൽ കൊയ്ത്ത് വൈകുകയും വൈക്കോൽ കേടുവരികയും ചെയ്യുന്നതായി കർഷകർ പറഞ്ഞു. ചെളിയിൽ ഉപയോഗിക്കുന്ന കൊയ്ത്തുമെതി യന്ത്രമാണ് ഉപയോഗിക്കുന്നത്. 2700 രൂപയാണ് 1 മണിക്കൂർ യന്ത്രവാടക. മഴ കാരണം നടിൽ വൈകിയതോടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവ് കുറവാണെന്നും ഇവർ പറഞ്ഞു. സപ്ലൈകോ രജിസ്റ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട്. സംഭരിച്ച നെല്ല് ഏറ്റെടുക്കാൻ മില്ലുകാർ വരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി RLV രാമകൃഷ്ണൻ ചുമതലയേറ്റു. ആദ്യമായിട്ടാണ് കലാമണ്ഡലത്തിൽ നൃത്തം പഠിപ്പിക്കാൻ ഒരു പുരുഷനെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്. പ്രസിദ്ധമായ പാർക്കാടി പൂരം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് കലം കരിക്കൽ എന്നിവ നടക്കും. ഊരാളൻ, തോട്ടപ്പായ മനക്കൽ ശങ്കരൻ നമ്പൂതിരി, സജീഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. 3 മണിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ, പുതൃക്കോവിൽ പാർത്ഥസാരഥി തിടമ്പേറ്റും. 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ പ്രമാണത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെയും ചൊവ്വല്ലൂർ മോഹനൻ, ചൊവ്വല്ലൂർ സുനിൽ, വെള്ളിത്തിരുത്തി ജിനേഷ് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നടപ്പുര പഞ്ചാരിമേളം ഉണ്ടാകും. 4 മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 40ഓളം ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ എത്തിച്ചേരും. 5:45 35ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തോടു കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. വടക്കേ നടക്കൽ കാവടി, തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വേലയിറങ്ങും. ശേഷം നടക്കൽപ്പറ, ദീപാരാധന എന്നിവയുടെ പകൽപൂരത്തിന് സമാപനമാകും. പൂരത്തിനോടനുബന്ധിച്ച് വർണ്ണം പൂരാഘോഷ കമ്മിറ്റി, ചിറ്റഞ്ഞൂർ പ്രവാസി കൂട്ടായ്മ എന്നീ കമ്മിറ്റികൾ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം സ്വിച്ച് ഓൺ കർമ്മം നടത്തും. മേൽശാന്തിയും ട്രസ്റ്റിയുമായ തോട്ടപ്പായ മന ശങ്കരൻ നമ്പൂതിരി, ട്രസ്റ്റി സജീഷ്, വിജയൻ അഞ്ഞൂർ, ജിഷ്ണു വിജയൻ, വിഷ്ണു കോടത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി കാലുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ഉമിക്കുന്ന് കുന്നത്തേരി സബ് റോഡിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 മരം വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പന കടമുറിഞ്ഞു വീഴുകയായിരുന്നു. വൈദ്യുതി കമ്പിയിൽ വീണതിനെ തുടർന്ന് 2 വൈദ്യുതി പോസ്റ്റുകൾ കടപൊട്ടി മറിഞ്ഞു വീണു. നെല്ലൂര് വളപ്പിൽ ചന്ദ്രന്റെ വീടിന്റെ മുൻവശത്തുള്ള ട്രസ്സിന് മുകളിലേക്കാണ് മരം വീണത്. ട്രസ്സിന്റെ മുൻവശത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മറിഞ്ഞു വീണ മരത്തിന് സമീപം നിൽക്കുന്ന മരങ്ങളും ഉണങ്ങി കടദ്രവിച്ച് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. കാഞ്ഞിരമറ്റം നേർച്ചയാഘോഷത്തിന്റെ ഭാഗമായുള്ള കാട്ടകമ്പാൽ ചിറക്കൽ നേർച്ച സമാപിച്ചു. ബുധനാഴ്ച വൈകിട്ട് ചിറക്കൽ സെന്ററിൽ നിന്ന് ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ദേശം ചുറ്റി വ്യാഴാഴ്ച പുലർച്ചെ സമാപിച്ചു. ഉച്ചയോടെ വാദ്യമേളങ്ങളും ആനകളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് ചിറക്കൽ സെന്ററിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 20ഓളം ആനകൾ അണിനിരന്നു. സംയുക്ത ബാൻഡ് സംഗമവും ഉണ്ടായി. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങൾ കാണുവാൻ നിരവധി പേരാണ് ചിറക്കൽ സെന്ററിലേക്ക് ഒഴുകിയെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. ഏകദേശം സമാനമായ തിരക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത്. ശബരിമല സീസൺ അവസാന ദിവസങ്ങളിലെത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. ശബരിമല തീർത്ഥാടകർക്ക് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും എത്തുന്നുണ്ട്. 30 വ്യാഴാഴ്ചയായതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. ദർശനത്തിനുള്ള വരി
തെക്കേ നടപ്പന്തൽ നിറഞ്ഞ് പടിഞ്ഞാറ് നടപ്പന്തലിലേക്ക് പ്രവേശിച്ചു. അഷ്ടബന്ധം ഉറപ്പിക്കുന്ന ചടങ്ങ് നടക്കുന്നതിനാൽ ഉച്ചയ്ക്ക് ക്ഷേത്രനട നേരത്തെ അടച്ചതോടെ പടിഞ്ഞാറെ നടയിൽ പ്രസാദ കൗണ്ടറിന് മുൻപിൽ ദർശനത്തിനുള്ള വരി നിർത്തിവെച്ചു. എന്നാൽ ദർശനം നടത്താനാവുമെന്ന പ്രതീക്ഷയിൽ ഭക്തർ വരിയിൽ നിൽപ്പുറപ്പിച്ചു. പുലർച്ചെ വരി നിന്ന ഭക്തർ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ദർശനം നടത്താനായത്. തിരക്ക് കാരണം ശയന പ്രദക്ഷിണം, ക്ഷേത്ര പ്രദക്ഷിണം എന്നിവ നിർത്തിവെച്ചു. ഭക്തരെ കൊടിമരത്തിന് മുന്നിലൂടെ നേരിട്ടാണ് ദർശനത്തിനായി കടത്തിവിട്ടത്. തിരുത്തിക്കാട് ബണ്ടിലേക്കുള്ള പമ്പിംഗ് ആരംഭിച്ചു. 125-75 HP മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. തിരുത്തിക്കാട്, വേദക്കാട് പാടശേഖരങ്ങളിലാണ് വെള്ളം ശേഖരിക്കുന്നത്. ബണ്ടിൽ 3 മീറ്റർ ഉയരത്തിൽ ശേഖരിക്കുന്ന വെള്ളം പുഞ്ചകൃഷിക്ക് ആവശ്യാനുസരണം തുറന്നുവിടുകയും ചെയ്യും. ബണ്ടിൽ വെള്ളം നിറഞ്ഞതോടെ തിരുത്തിക്കാട്, കിഴൂർ, വേദക്കാട് ഭാഗങ്ങളിലെ ശുദ്ധജല ക്ഷാമത്തിന് പരിഹാരമാകും. പമ്പിങ്ങിന് മുൻപ് വെട്ടിക്കടവ് മുതൽ പെങ്ങാമുക്ക് വരെയുള്ള 100 അടി തോട്ടിലെ പാഴ്പുല്ലുകൾ നീക്കം ചെയ്തിരുന്നു. സാധാരണ ജനുവരി 15-ന് ആരംഭിക്കുന്ന പമ്പിംഗ് സാങ്കേതിക തടസ്സം കാരണം 16-നാണ് ആരംഭിച്ചത്. പാവർട്ടി ഓറിയോൺ സെയിൽസ് കോർപ്പറേഷൻ സ്ഥാപകനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവുമായിരുന്ന പരേതനായ പാവർട്ടി പുളിഞ്ചേരിപ്പടി പുത്തൂർ ഔസേഫിന്റെ ഭാര്യ ജോസ്ഫീന നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം സെമിത്തേരിയിൽ നടന്നു. നിജി, സജി, അജി എന്നിവർ മക്കളാണ്. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പുഷ്പചക്രം സമർപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KM എഡ്വിൻ, KC ജോസ്, CS സുരേഷ്, മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഉദ്ഘാടനത്തിനൊരുങ്ങിയ കരിക്കാട് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫർണിച്ചറുകൾ സമ്മാനിച്ചു. ഈ ആതുരാലയം നിർമ്മിച്ച ജനകീയ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ C ഗിരീഷ് കുമാർ, പഞ്ചായത്ത് അംഗം സൗദ അബൂബക്കർ എന്നിവർക്ക് ബാങ്കിന്റെ ഗിഫ്റ്റ് കാർഡ് AC മൊയ്തീൻ MLA കൈമാറി. അൻസാർ സ്കൂളിന് എതിർവശത്തുള്ള HS ടവറിൽ ബാങ്കിന്റെ നവീകരിച്ച ശാഖയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഫർണിച്ചർ നൽകിയത്. ചടങ്ങ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ മാനേജർ K ശിവഷൺമുഖരാജ്, ചീഫ് മാനേജർ AK പ്രിയ, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പഞ്ചായത്ത് അംഗം പ്രഭാത് മുല്ലപ്പള്ളി, AGM S അഭിമുത്തു, ബ്രാഞ്ച് മാനേജർ മാത്യു ജേക്കബ് എന്നിവർ സംസാരിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ കർമ്മല മാതാവിന്റെയും സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. ജനുവരി 22, 23, 24, 25 തീയതികളിലായിട്ടാണ് സംയുക്ത തിരുനാൾ ആഘോഷം. ബുധനാഴ്ച വൈകിട്ട് പാട്ടുകുർബാനയ്ക്കും ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്കു ശേഷം പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ജനുവരി 22 ബുധനാഴ്ച രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികനാകും. 23 വ്യാഴാഴ്ച അമ്പുതിരുന്നാൾ ദിവസം രാവിലെ വിശുദ്ധ കുർബാന, പാട്ടുകുർബാന, ലതീഞ്ഞ് നൊവേനയ്ക്കു ശേഷം അമ്പ് ആശീർവാദവും വിവിധ യൂണിറ്റുകൾക്ക് അമ്പ് വെഞ്ചരിച്ചു നൽകും. ശേഷം വൈകിട്ട് ഇടവക യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയങ്കണത്തിലെത്തും. അമ്പ് സമാപനത്തിനു ശേഷം മെഗാ തേര് മത്സരങ്ങളും നടക്കും. 24-ാം തീയതി വെള്ളിയാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന നടക്കും. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തൈക്കാനത്ത് മുഖ്യകാർമ്മികനാകും. തയ്യൂർ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. തുടർന്ന് ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ്, വൈകിട്ട് 7 മണിക്ക് ചെമ്മീൻ ബാൻഡ് മെഗാഷോയും നടക്കും. 26-ന് വൈകുന്നേരം മതബോധന ദിനവും ആഘോഷിക്കും. ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചക്കാലക്കൽ, കൈക്കാരന്മാരായ ഔസേപ്പ് വാഴപ്പള്ളി, ബാബു ജോർജ് താണിക്കൽ, ജോസഫ് പുലിക്കോട്ടിൽ, സാബു കുറ്റിക്കാട്ട്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുനുമച്ചി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ഇടവക ദേവാലയത്തിൽ ശതാബ്ദിയുടെ ഭാഗമായി നവീകരിച്ച താഴികക്കുടത്തിന്റെ വെഞ്ചിരിപ്പും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. വൈകിട്ട് ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷമാണ് വെഞ്ചിരിപ്പ് കർമ്മം നടത്തിയത്. സാഗർ രൂപത ബിഷപ്പ് എമിറേറ്റ്സ് മാർ ആന്റണി ചിറയത്ത് വെഞ്ചിരിപ്പിനെ കാർമ്മികനായി. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബിഷപ്പിനെ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂരും ഇടവക വിശ്വാസികളും ചേർന്ന് ദേവാലയ കവാടത്തിൽ സ്വീകരിച്ചു. തുടർന്ന് പട്ടുകുടകളുടെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് ആനയിച്ചു. പിന്നീട് നടന്ന ചടങ്ങിൽ ഫാദർ ജോർജ് ചെറുവത്തൂർ അധ്യക്ഷനായി. നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സന്തോഷ് ജോൺ, അനീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനർ ജോമി ജോൺസൺ, പുനർനിർമ്മാണ കമ്മിറ്റി കൺവീനർ തോമസ് ചീരൻ, കൈക്കാരൻ PV തോമസ്, TL കൊച്ചൌസേപ്പ്, അൽഫോൻസ് മുട്ടത്ത്, MK ആന്റണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നേർച്ച പായസ വിതരണവും ഉണ്ടായി.
വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിപ്പിക്കാൻ AI ടീച്ചർ എത്തി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കുട്ടികൾക്ക് പഠനം ആധുനിക രീതിയിൽ ഉല്ലാസവും അനായാസമാക്കുക എന്നതാണ് AI ടീച്ചറുടെ ദൗത്യം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണെന്ന യുവാർ പ്രദീപ് MLA യുടെ ചോദ്യത്തിന് AI ടീച്ചർ നൽകിയ ഉത്തരം കേരളം. നിറഞ്ഞ കയ്യടികൾക്കിടയിൽ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും ചേലക്കര MLA യുവാർ പ്രദീപ് AI ടീച്ചറുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്കൂളിൽ ഇന്നു മുതൽ വരവൂർ സ്കൂളിൽ പുതിയ അതിഥി ഒരു AI ടീച്ചർ ഇവ എന്ന പേരിൽ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്. ടീച്ചർ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം 10 സെക്കൻഡ് കൊണ്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുട്ടികൾക്ക് പുതിയ കാലഘട്ടം അനുസരിച്ച് പഠിക്കാൻ നമ്മുടെ PTയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർ അവരും കൂടെ മുൻകൈ എടുത്ത് അവർ ഈ പഠനം ഇവിടെ എത്തിക്കാൻ വേണ്ടി അവരും കൂടെ ശ്രമം നടത്തിയിട്ടാണ് ഇത് ചെയ്തത്. പ്രത്യേകം ടീച്ചർ തന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് ചെലവഴിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനം കൂടിയാണ് ടീച്ചർ ചെയ്തിട്ടുള്ളത്. വീണ്ടും ഈ സ്കൂളിനെ സഹായിക്കാൻ തോന്നുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ പുതിയ രീതി കണ്ടെത്തുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് 100% ഞങ്ങളും പിന്തുണ കൊടുത്തുകൊണ്ടാണ് അതിനെ ഈ സ്കൂളിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എക്സ്പേർട്ട് വെർച്വൽ അസിസ്റ്റന്റ് ടീച്ചറുടെ ചുരുക്കപ്പേര് ഇവ എന്നാണ്. പാഠ്യേതര വിഷയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഏത് ചോദ്യങ്ങൾക്കും ഇവ ടീച്ചർ വ്യക്തമായ ഉത്തരം നൽകും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് എന്നീ 4 ഭാഷകളും ഇവ ടീച്ചർ അനായാസം കൈകാര്യം ചെയ്യും. കണക്കിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിവുള്ള ഇവ ടീച്ചർ കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യും. കേരളത്തിൽ AI ടീച്ചറുള്ള 3ാമത്തെ വിദ്യാലയവും തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സർക്കാർ വിദ്യാലയവും വരവൂർ ഗവൺമെന്റ് LP സ്കൂളാണ്. പ്രധാന അധ്യാപിക K. ഉഷാകുമാരിയാണ് തന്റെ വിദ്യാർത്ഥികൾക്കായി AI ടീച്ചറെ സമ്മാനിച്ചത്. 4 ഭാഷകളിൽ ഇതിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ 4 ഭാഷകളിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ കുട്ടികളുടെ അറിവ് മെച്ചപ്പെടുത്താനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതുവഴി മെച്ചപ്പെടും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലഭിക്കാവുന്ന ഉത്തരങ്ങൾ അതാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ അധ്യാപനത്തിനും ഒരു സഹായമായിട്ട് മുതൽക്കൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക, ഭാഷാപ്രയോഗങ്ങൾ മികവുറ്റതാക്കുക, നൂതന സാങ്കേതിക വിദ്യകളും വിവരങ്ങളും പകർന്നു നൽകുക തുടങ്ങിയവയാണ് AI ടീച്ചറിലൂടെ ലക്ഷ്യമിടുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ AI ടീച്ചറുടെ വരവോടെ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BG ദീപു പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, PTA പ്രസിഡന്റ് NS സജീഷ്, SMC ചെയർമാൻ മണികണ്ഠൻ, MPTA പ്രസിഡന്റ് PR ശ്രുതി, സ്റ്റാഫ് സെക്രട്ടറി MV ദിജി, PTA അംഗം സുധീഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടമന നാരായണൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും കലാപ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. ഞമനങ്ങാട് കൊടമന നാരായണൻ നായർ സ്മാരക മന്ദിരത്തിൽ NK മണി പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VM മനോജ് അധ്യക്ഷത വഹിച്ചു. യുവകലാ സാഹിതി ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ കൊടമന അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. യുവകലാ സാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഹനീഫ കൊച്ചന്നൂർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഗീതാരാജൻ, KK ജ്യോതിരാജ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവ വിജയികളായ KV കാശിനാഥൻ, അനാമിക, ഷേഹ മെഹറിൻ, മുഹമ്മദ് ജലാലുദ്ദീൻ, മുഹമ്മദ് അമീൻ, അലൈന സുരേഷ്, തൈക്കോണ്ട സംസ്ഥാന ജേതാവ് അലീഷ് ബ ബിജു എന്നിവരെ ആദരിച്ചു. T. ഭാസ്കരൻ, KV ജിതേഷ്, മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവലൂർ പഞ്ചായത്ത് 5ാം വാർഡിലെ കോടത്തുംകുണ്ടിൽ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്ന വഴി കോൺക്രീറ്റ് ചെയ്ത് നൽകിയെങ്കിലും പാതി മുറിച്ചു മാറിയ മരത്തിന്റെ കുറ്റി ദുരിതമായി മാറുന്നു. റോഡ് നിർമ്മാണത്തിന് മുൻപായി മുറിച്ചു മാറ്റേണ്ടിയിരുന്ന മരം കോൺക്രീറ്റ് ചെയ്ത ശേഷമാണ് മുറിച്ചു മാറ്റിയത്. എന്നാൽ മുറിച്ചു മാറ്റിയ മരത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും വഴിയിൽ നിൽക്കുകയാണ്. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും മരക്കുറ്റി മാറ്റുവാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കൂടാതെ കോൺക്രീറ്റ് ചെയ്ത മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന പാറയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യാതെ സമാന രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത നിലയിലാണെന്നും നാട്ടുകാർ ആരോപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 19, 20 തീയതികളിലായി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും രാപ്പകൽ സമരത്തിന്റെയും ജില്ലാ പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി.
സംഘടന കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗത്തിന് CITU ഏരിയ സെക്രട്ടറി PM സോമൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ RV ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ വൈസ് ക്യാപ്റ്റൻ PT പ്രസാദ്, VKTU കുന്നംകുളം ഏരിയ സെക്രട്ടറി EC ജോയ്, ജാഥ അംഗങ്ങളായ T സുധാകരൻ, ശ്യാം തയ്യൽ, ഷക്കീർ സലീം, സുജാത സദാനന്ദൻ, അജിത് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുക, വഴിക്കച്ചവട തൊഴിലാളി സർവേ പൂർത്തീകരിച്ച് തിരിച്ചറിയൽ കാർഡും ലൈസൻസും നൽകുക, നിയമവിരുദ്ധമായി ഒഴിപ്പിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയൻ സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ സമരവും നടത്തുന്നത്. ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുശാന്തം പദ്ധതിയിൽ പോർക്കുളം പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 82 അർഹരായ വയോജനങ്ങൾക്കാണ് 3 ലക്ഷം രൂപ ചെലവഴിച്ച് കട്ടിലുകൾ നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC കുഞ്ഞൻ, അഖില മുകേഷ്, മെമ്പർമാർ, ICDS സൂപ്പർവൈസർ അനിത, അംഗൻവാടി അധ്യാപിക ജൂലിയറ്റ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ തുളസിത്തറയിൽ അധിക്ഷേപമേറ്റെന്ന് വിശ്വഹിന്ദു പരിഷത്ത്. പ്രവർത്തകർ ശുദ്ധികലശം നടത്തി. പടിഞ്ഞാറേ നടയിലെ സ്വകാര്യ കെട്ടിട സമുച്ചയത്തിന് മുന്നിലെ തുളസിത്തറയിലാണ് VHP ഗുരുവായൂർ പ്രഖണ്ഡന്റെ നേതൃത്വത്തിൽ ശുദ്ധികലശവും തുളസി വന്ദനവും നടത്തിയത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M അനൂപ് പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. RSS ഗണ്ട് പ്രൗഢ പ്രമുഖ MK ഷൺമുഖൻ, VHP ജില്ലാ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, അനൂപ് മണത്തല, പ്രണവ് തിരുവെങ്കടം തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക സേവന കേന്ദ്രത്തിൽ 9 സർവീസ് പ്രൊവൈഡർമാരുടെ തസ്തികയിൽ ഒഴിവുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് നിവാസികളായ 50 വയസ്സുവരെ പ്രായമുള്ള 10ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി അക്കിക്കാവിലുള്ള ചൊവ്വനൂർ ബ്ലോക്ക് കാർഷിക സേവന കേന്ദ്രവുമായി ബന്ധപ്പെടണം. പുന്നൂർക്കുളം പഞ്ചായത്തും മണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പഞ്ചായത്ത് തല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി മരുന്ന് വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ HI ശ്രീജ B പദ്ധതി വിശദീകരണം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ശോഭ പ്രേമൻ, ഹാജറ കമറുദ്ദീൻ, അബു താഹിർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉണ്ണികൃഷ്ണൻ, നന്ദന, ഫാർമസിസ്റ്റ് ജിൽസി തുടങ്ങിയവർ പങ്കെടുത്തു. അണ്ടത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതവും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ച തുക വകമാറ്റി ചെലവഴിക്കുകയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ വിയോജനക്കുറിപ്പ് നൽകി. തകർന്നു കിടക്കുന്ന പട്ടിത്തടം സ്രായിൽ റോഡുകൾ ഈ ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റി പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ അവരെ കൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തിപ്പിക്കാതെ പഞ്ചായത്തിന് ലഭിച്ച 21 ലക്ഷം രൂപ അതിനായി മാറ്റിവെക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. വളരെ കാലങ്ങളായി കാട്ടകമ്പാലിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കുന്നംകുളത്തേക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഈ റോഡ് അടിയന്തരമായി പട്ടിത്തടം, പഴഞ്ഞി, കരിയാമ്പ്ര വാർഡ് ഉൾപ്പെടുന്ന പ്രദേശം ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ തൃശ്ശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് റോഡ് അടിയന്തരമായി അതും ചെയ്യണം. ഈ 21 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ 2 റോഡുകളും അതിവേഗത്തിൽ റീടാറിംഗ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുന്നതാണ്. അതാണ് ഈ ഭരണസമിതി അംഗീകരിക്കാതെ ഇരുന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ഞങ്ങളുടേതായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പൊതുവികസനത്തെ തുരങ്കം വയ്ക്കുന്ന ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്ക് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മലബാർ സ്വാതന്ത്ര്യ സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസിലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടതയിൽ കുട്ടികൾക്ക് ഉപഹാര സമർപ്പണവും സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. PTA കൺവീനർ ലിബി K തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള സ്കൂൾ കലോത്സവത്തിൽ അറബി പ്രസംഗത്തിൽ A ഗ്രേഡ് സ്വന്തമാക്കിയ മുഹമ്മദ് അമീൻ, അറബിക് മുഷാറയിൽ A ഗ്രേഡ് നേടിയ അഹമ്മദ് ജലാലുദ്ദീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് ഷെറീഫ് PM, MPTA പ്രസിഡന്റ് ജൻസി ഷാജി, OSA പ്രസിഡന്റ് ബഷീർ പൂക്കോട്, പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രീതി PS തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
യുവ എഴുത്തുകാരൻ സുധീർ പെരുമ്പിലാവിന്റെ ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവും മുഹമ്മദ് അബ്ബാസും സംയുക്തമായിട്ടാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. സ്മിത ഗിരീഷ് പുസ്തകം ഏറ്റുവാങ്ങി. മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ. കവർ പേജും ചിത്രീകരണവും ബിജു PR, വേദാന്ത് AS എന്നിവരാണ് നിർവഹിച്ചത്. ഓട്ടോ തൊഴിലാളിയായ പെരുമ്പിലാവ് ആൽത്തറ പാക്കിനി കളത്തിൽ സുധീറിന്റെ 4ാമത്തെ പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. ഇന്നലെയല്ലിന്ന്, പെരുമ്പിലായി ഗിസ, ഓട്ടോമാൻസ് ഡയറി എന്നിവയാണ് മറ്റ് രചനകൾ. ജമീല ബാരിയും അസ്ല, അൽസാബിത്ത് എന്നിവർ മക്കളുമാണ്. പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. ടെൽക്കോൺ ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത ഫാമിലി കൗൺസിലർ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ക്ലാസ് നയിച്ചു. പ്രീമാരിറ്റൽ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള സമസ്തയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. പ്രസിഡന്റ് സിംല ഹാസന്റെ അധ്യക്ഷതയിൽ മഹല്ല ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലി ലത്തീഫി, ഹാഫുല യാസിർ നിസാമി, പുരളിയിൽ അബൂബക്കർ, അൽ അമീൻ ഉസ്മാൻ ഹാജി, അബു ഹിൽട്ടൺ, സത്താർ നീണ്ടൂർ, ഹമീദ് കാരങ്ങൽ, AM റഫീഖ് ഐനിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. VS അബൂബക്കർ സ്വാഗതവും MS ബഷീർ നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എലവള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ജലനിധി പദ്ധതി പ്രകാരം ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച ധർണ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന എളവള്ളി പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നു കിടക്കുന്ന അവസ്ഥയാണെന്നും അഴിമതിയുടെ കേന്ദ്രമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസും ജലനിധി ഓഫീസും മാറിയെന്നും ശോഭ സുബിൻ പറഞ്ഞു. അതിന് നേതൃത്വം നൽകുന്നത് യുവരക്തവും ചെറുപ്പക്കാരുടെ രക്തവും ഞങ്ങൾക്ക് വീഴ്ത്തേണ്ടി വന്നാൽ അത് വീഴ്ത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സാധാരണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സാധാരണക്കാരന് കുടിവെള്ളമില്ലെങ്കിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാർക്ക് റോഡുകളില്ലെങ്കിലും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 കാലുണ്ട്, 4 തലയുണ്ട്, 5 ചങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയത് കുറച്ചുകൂടി വരികൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് ബാഗ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ PK രാജൻ, ഋഷി പൽപു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, AD സാജു, പഞ്ചായത്ത് അംഗങ്ങളായ ശരത് കുമാർ, ലിസി വർഗീസ്, സീമ ഷാജു എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ റാഷിദ് എളവള്ളി, PR പ്രേമൻ, KM ജോർജ്, TP ബാബു, റാഫി എളവള്ളി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മഹാത്മ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. അന്തേവാസികൾക്കുള്ള വസ്ത്ര വിതരണവും സ്നേഹവിരുന്നും നടന്നു. സ്നേഹാലയം ആന്റണിയെ ചടങ്ങിൽ ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യ സുരേഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി ജിജോ കുര്യൻ, KT ജോയ്, K ഗോപാലകൃഷ്ണൻ, KN പ്രകാശൻ, KM ഉദയബാലൻ, രമണി പ്രേമദാസൻ, CH ഹരീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, രാജൻ വടക്കത്ത്, KA രാജു തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-2026 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടത്തിയ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷമീം അഷ്റഫ്, പഞ്ചായത്ത് മെമ്പർമാരായ സുബൈദ പുളിക്കൽ, MV ഹൈദ്രാലി, MK അറഫാത്ത്, C അഷ്റഫ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ഇക്ബാൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും ഹെഡ് ക്ലർക്ക് ഗണപതി നന്ദിയും പറഞ്ഞു. ഭവന നിർമ്മാണത്തിനും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും മുഖ്യ പരിഗണന നൽകിയും കഴിഞ്ഞ വർഷങ്ങളിലെ പരിഗണനാ പദ്ധതികളിൽ തുടർ പ്രവർത്തനം നടത്താനുമായാണ് സെമിനാർ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായ തന്നോട് പുന്നൂർ പഞ്ചായത്ത് ഭരണസമിതി അവഗണന കാണിക്കുകയാണെന്ന ആരോപണവുമായി റഹീം വീട്ടിപ്പറമ്പിൽ രംഗത്ത്. വികസന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു പരസ്യ വിമർശനം. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അനുവദിച്ച പദ്ധതികൾ അവഗണിക്കുന്നു. എടക്കഴിയൂർ നോർത്ത് വാർഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം ചേർത്ത് നവീകരിച്ച റോഡും
വടക്കേ പുന്നയൂരിൽ 10 ലക്ഷം രൂപ അനുവദിച്ച് പണിത കാനയും 1 വർഷത്തിലധികമായിട്ടും ഉദ്ഘാടനം ചെയ്തില്ല. മിനി മാസ് ലൈറ്റും ഹരിതകർമ്മസേനയുടെ വാഹനവും ജില്ലാ പഞ്ചായത്ത് നൽകിയതാണെന്ന് ആരും അറിയിക്കാതിരിക്കാനായി ഉദ്ഘാടനം വേണ്ടെന്ന് വെച്ചു എന്നും റഹീം വീട്ടിപ്പറമ്പിൽ പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിക്ക് 40 ലക്ഷം രൂപ വിഹിതം നൽകിയിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ പേര് എവിടെയും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നതിൽ മാനസികമായി ചെറിയ പ്രയാസമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതൊരു പഞ്ചായത്താണെന്നെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെന്നെങ്കിലും ജില്ലാ പഞ്ചായത്താണെന്നെങ്കിലും വളരെ അഭിമാനപൂർവമാണ് ആ ഒരു ഫണ്ട് പഞ്ചായത്തുകളിലേക്ക് കൊടുക്കുന്നത്. എന്തിന്റെ പേരിലാണ്? വളരെ സ്പഷ്ടമായ കാര്യം, വളരെ എടുത്തു പറയുന്ന കാര്യമാണ്. എന്തിന്റെ പേരിലാണ്? മാനസികമായിട്ട് ഒരു ഡിവിഷൻ മെമ്പർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ആ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തിന്റെ പേരിലാണ് അത് ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നത്? BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റായി വർഷ മണികണ്ഠനെ തെരഞ്ഞെടുത്തു. ദയാനന്ദൻ മാമ്പുള്ളി വരണാധികാരിയായി. തുടർന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് വർഷ മണികണ്ഠനെ ഷാൾ അണിയിച്ചു. ജില്ലാ ട്രഷറർ KR അനീഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രതീഷ് ഐനിപ്പുള്ളി, ഭൂഷി ചാണാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർണർ PTA സംഘടിപ്പിച്ചു. ചിറക്കൽ IHDP സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച PTA പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് കൊളത്തേരി, PK അബൂബക്കർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരം തലക്കോട്ടുകര K സിന്ധുരാജ് എഴുതിയ സത്യൻ മുതൽ നയൻതാര വരെ എന്ന കൃതിക്ക് ലഭിച്ചു. ജനുവരി 19 തിരുവനന്തപുരം മന്ന മെമ്മോറിയൽ ക്ലബ്ബിൽ പ്രസിദ്ധ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പുരസ്കാരം സമ്മാനിക്കും. വെങ്കല ശില്പവും പ്രശംസി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പെരുമ്പിള അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകേതര ജീവനക്കാർക്കായി എക്സ്പ്രഷൻ എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1 മാസത്തോളമായി ഇംഗ്ലീഷ് പ്രാവീണ്യ പരിശീലനം സംഘടിപ്പിച്ചത്. പരിശീലനത്തിൽ നിന്ന് നേടിയ അറിവുകളും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആങ്കറിംഗ്, ഇംഗ്ലീഷ് ഡ്രാമ, സ്കിറ്റ്, സ്വാഗതം പ്രസംഗങ്ങൾ, നന്ദി പ്രസംഗങ്ങൾ എന്നിവ പഠിതാക്കൾ അവതരിപ്പിച്ചു. ഫരീദ മുഹമ്മദ് ആയിരുന്നു പരിശീലക. സമാപന ചടങ്ങിൽ അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ഫിറോസ് EM, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ KM പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പഠിതാക്കളെ അൻസാർ സ്കൂൾ ഡയറക്ടർ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷൻ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് വാർഡ് മെമ്പർ അനിത ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുള്ള ഹാജി കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ ചോ മുഹമ്മദ് ഉണ്ണി, CM സലീം, ബുഷറ കുഞ്ഞിമോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ മുഴുവൻ കുടുംബങ്ങളിലേക്കും ഓണത്തിന് ഒരു കുല എന്ന പേരിൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേന്ത്രവാഴ കന്നുകൾ വിതരണം ചെയ്തു. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുടെ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായി. ഷെരീഫ് പണ്ടോത്തയിൽ സ്വാഗതവും ഇമ്രാൻ ഹൈദർ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7340 രൂപ, സ്വർണം പവന് 58,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. കുന്നംകുളം കുറുക്കൻപാറ പനക്കൽ വീട്ടിൽ ചിന്നമണി വർഗീസ് നിര്യാതയായി. 82 വയസ്സായിരുന്നു. പൊന്നാനി AV ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ജൂഹി, വിജു, ജൂനി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പാവിട്ടപ്പുറത്ത് പിക്കപ്പ് വാഹനവും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചങ്ങരംകുളം അറവക്കാട് സ്വദേശി ഷഹബാസ്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്. തൃശൂർ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരൻ കൊല്ലപ്പെട്ടു. ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. അന്തേവാസിയായ 15 വയസ്സുകാരനാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ചാവക്കാട് ശക്തമായ കാറ്റിലും തിരയിലുംപ്പെട്ട് മത്സ്യബന്ധന വള്ളത്തിന്റെ എഞ്ചിൻ തകർന്നു. ചേറ്റുവയിൽ നിന്ന് കടലിൽ പോയ റയാൻ മാലിക് എന്ന വള്ളത്തിന്റെ എഞ്ചിനാണ് തകർന്നത്. 2 മണിക്കൂറിന്റെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മുനക്കിക്കടവ് കോസ്റ്റൽ പോലീസ് വള്ളം കരക്കെത്തിച്ചു.
പ്രസിദ്ധമായ പാർക്കാടി പൂരം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂരം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.